ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പെപ്പർ ചിക്കൻ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു കറി തന്നെയായിരിക്കും, പക്ഷേ ഇതൊരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്ത ആൾക്കാർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. സൂപ്പർ ടേസ്റ്റിയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ ഓർഡർ ചെയ്യുന്ന ഒരു സാധനമാണ് പെപ്പർ ചിക്കൻ എന്ന് പറയുന്നത്. ഭയങ്കര എരിവായിരിക്കും, ഒരുപാട് കുരുമുളകൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഹോട്ടലിൽ ഉണ്ടാക്കുക. ഇതങ്ങനെ ഒരു ഇതില്ല, ഒരു നോർമൽ സ്പൈസി ആയിട്ടുള്ള സൂപ്പർ കറിയാണ്. എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. ഒരിക്കലും ഉണ്ടാക്കിയാൽ ഞങ്ങൾ പിന്നെ അങ്ങനെ തന്നെ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ എടുത്ത് വെച്ച ചിക്കൻ എന്ന് പറയുന്നത് 800 ഗ്രാമാണ് കേട്ടോ. 1 കിലോ ഇല്ല, 800 ഗ്രാമിൻ്റെ ഒരു ചിക്കന് ഞാൻ പീസാക്കി മുറിച്ച് ക്ലീൻ ആക്കി വെച്ചതാണ്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ഏകദേശം ഒരു 1/4 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സോയാ സോസാണ്. അതൊരു 2 ടേബിൾ സ്പൂണാണ് സോയാ സോസ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. എരിവൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഒഴിക്കുന്നത് ഓയിസ്റ്റർ സോസാണ്. ഈ ഒരു സോസ് കയ്യിലുണ്ടെങ്കിൽ മാത്രം 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയാലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഗ്രേവിക്കും കൂടെ ഉള്ളത്. നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഗ്രേവിയിൽ ചേർത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുക. ഇതങ്ങനെ തേച്ചിട്ട് ഒരുപാട് നേരം മാറ്റി വെക്കൊന്നും വേണ്ട, റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആദ്യം ഒരു മസാല ഒന്ന് ശരിയാകുമ്പോഴത്തേക്ക് ഇതും അങ്ങ് സെറ്റ് ആയിക്കോളും. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാല ഒന്ന് എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് പുരട്ടി വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുരുമുളകിൻ്റെ പൊടി ഓവറായിട്ട് ഇടണ്ട, അപ്പോൾ ടേസ്റ്റ് പോവുകയാണ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഒരു പെപ്പർ ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ മസാല ഉണ്ട്. ആ മസാല ആണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ് എടുത്തത്. പിന്നെ വേണ്ടത് ക്യുമിൻ, നമ്മളെ നല്ല ജീരകമാണ്, അതും 1 ടേബിൾ സ്പൂൺ. രണ്ടും ഈക്വൽ ആയിരിക്കണം എടുക്കുന്നത്. രണ്ടും ഓരോ ടേബിൾ സ്പൂണാണ് എടുത്തത്. പിന്നെ സാധാരണ വറ്റൽമുളകാണ് എടുത്താൽ മതി. എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ കാശ്മീരി മുളക് 3 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പീസ് പട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഗ്രാമ്പു, 2 ഇത് ഏലക്കായി, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് കേട്ടോ. ഏലക്കായും ഗ്രാമ്പും ഒക്കെ ഈ 2 വെച്ചെടുത്താൽ മതിയാ, കൂടുതൽ വേണ്ട. ഇനിയിപ്പോൾ ഒരു പാൻ നമ്മൾ ഏത് പാത്രത്തിലാണോ കറി ഉണ്ടാക്കുന്നത് അത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിലാദ്യം നമ്മൾ ഈ കാണിച്ച എല്ലാ മസാലകളും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. വെറുതെ ഒന്ന് റോസ്റ്റ് ചെയ്താൽ പോരാ, ഒന്ന് കളറ് മാറുന്ന രീതിയിൽ ഒന്ന് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ടാണ് നമ്മളിത് പൊടിക്കാൻ പോവുക. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് കളറ് മാറുന്ന വരെ ഒരു മീഡിയം തീയിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മുളകൊക്കെ ഒന്ന് 2ആയിട്ട് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ കാശ്മീരി മുളകാണ് എടുത്തത്. അധികം എരിവ് പറ്റാത്തതുകൊണ്ടാണ് അതെടുത്തത്. നിങ്ങളുടെ അടുത്ത് വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി കേട്ടോ. പക്ഷേ കൂടുതലായി പോകരുത്. 2 അല്ലെങ്കിൽ മാക്സിമം 3 1 കിലോ ചിക്കൻ വരെയുള്ള അളവാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ കളർ ഞാൻ കാണിച്ചു തരാം. ഒന്ന് ചെറുതായിട്ടൊരു കളറ് മാറി കേട്ടോ. നല്ല ചൂടിലാണുള്ളത്. നന്നായിട്ടൊന്ന് കളർ മാറുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് ചൂടാറിയതിന് ശേഷം ഞാനിത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പൊടിച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ പൊടിച്ച് കൊണ്ടുവന്നതാണിത്. ഇപ്പം ഭയങ്കര പൗഡറായിട്ട് പൊടിച്ചിട്ടില്ല, എന്നാലും അത്യാവശ്യത്തിന് നന്നായിട്ട് പൊടിയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ പൊടിച്ചെടുത്തത്. ഇനിയിപ്പോൾ ഈ ഒരു കറി നാടൻ കറി ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതിന് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കുകയും ചെയ്യേ. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് നേരത്തെ നമ്മൾ പുരട്ടി വെച്ച ആ ഒരു ചിക്കനും അതിൻ്റെ സോസോട് കൂടി തന്നെ ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ വെള്ളമൊന്നും ഒഴിവാക്കരുത്. ആ ഒരു സോസോട് കൂടി ഈ ഒരു ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടിത് ഹൈ ഫ്ലെയിം ആക്കി വെക്കണം കേട്ടോ. അടുപ്പിൻ്റെ മാക്സിമം തീയിലാക്കി വെക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത് ഹൈ ഫ്ലെയിമിലാക്കുന്ന സമയത്ത് ഇത് നല്ലോണം ഒന്ന് തിളച്ച് വന്നാൽ ഈ ഒരു ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല ഹൈ ഫ്ലെയിം ആക്കി വെക്കുക. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് വെള്ളം വന്ന് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കുക. ഈ ചിക്കനൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നന്നായിട്ട് തിരിച്ചിട്ടതിന് ശേഷം ഈ ഒരു വെള്ളം വറ്റി വരണം. വറ്റി വന്നാലാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഹൈ ഫ്ലെയിം ആക്കി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് വറ്റി വരും. ഇത് വറ്റിക്കഴിഞ്ഞാൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. എണ്ണ പ്യുവറായി വരും കേട്ടോ. ഇതിപ്പോൾ കണ്ടോ, ഇത് വെള്ളമൊക്കെ വറ്റി ഈ എണ്ണൻ്റെ ഇത് കണ്ടില്ല, എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡിയായി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു ചിക്കന് കോരി മാറ്റി കൊടുക്കാം. അപ്പോൾ ഒരു 3/4 ഭാഗം ചിക്കൻ ഇപ്പം തന്നെ നമ്മൾ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങനെ ഓവറായിട്ട് വേവാനൊന്നും ഇനി ബാക്കിയില്ല. നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതാ ചിക്കൻ മൊത്തം ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ സെയിം എണ്ണയിലേക്ക് തന്നെ 2 മീഡിയം സൈസുള്ള ഉള്ളി ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചതാണ്. അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയ ഒരു എന്നാൽ ചെറുതല്ല, ഒരു മീഡിയം സൈസുള്ള 2 എണ്ണമാണ് ഞാനിപ്പോൾ ഉള്ളി എടുത്തത്. അളവ് പറയുകയാണെങ്കിൽ ഒരു 1.5 കപ്പറ്റം ഉള്ളി ഉണ്ടാവും, അല്ലെങ്കിൽ 1 കപ്പേ ഉണ്ടാവുള്ളൂ. 1.5 കപ്പിൻ്റെ അടുത്ത് വരെ ഉണ്ടാവുള്ളൂ. അത്രേ ഉള്ളിയുള്ളൂ. ആ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക.
വഴറ്റിയെടുക്കാൻ തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആകണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്നും വഴറ്റിയാൽ പോരാ, നന്നായിട്ട് സോഫ്റ്റ് ആകണ വരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഒന്ന് കുഴയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ കുറച്ചും കൂടെ ഒന്ന് കുഴയട്ടെ കേട്ടോ. അപ്പോൾ അതാ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനൊരു വലിയ തക്കാളി ഇവിടെ അരിഞ്ഞ് വെച്ചതാണിത്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. വലുതാണെങ്കിൽ ഒന്ന്, ഇവിടെ വലിയ തക്കാളി ആയതുകൊണ്ടാണ് ഒന്നെടുത്തത്. നാട്ടിൽ ചെറിയ സൈസാണ് കിട്ടണമെങ്കിൽ 2 എടുത്താൽ മതി. ഇനി ഈ തക്കാളി മീൻ്റെ കൂടെ കിടന്ന് നന്നായി ഒന്ന് വാടിയതിന് ശേഷം ഈ ഒരു തക്കാളിയൊക്കെ ഇതിൽ കുഴഞ്ഞ് വരുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. വാട്ടിയെടുക്കാൻ തന്നെ നന്നായിട്ടൊന്ന് തക്കാളി ഇതിൽ മാഷായി വരണം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഈ കരിവേപ്പില എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഒരു മാസമായല്ലോ, അപ്പോൾ ഞാൻ കേടാവാണ്ടിരിക്കാൻ വേണ്ടി ഫ്രീസറിൽ വെച്ചതാണ്. അപ്പം ഫ്രീസറിൽ വെച്ചാൽ കളർ മാറുന്നേ ഉള്ളൂ, പക്ഷേ ഈ ഒരു കരിവേപ്പിലിൻ്റെ നല്ല ഫ്ലേവർ വരും. ഫ്ലേവർ ഒന്നും പോകില്ല, അതുകൊണ്ടാണ് ഞാൻ ഫ്രീസറിൽ വെച്ചത് കേട്ടോ. അപ്പോൾ അത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് വാടിക്കോട്ടെ. ഇപ്പോൾ അത് തക്കാളിയൊക്കെ നന്നായിട്ട് വാടി ഉടഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിലായി. ഇനി പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂണാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ മസാല മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഞാനിപ്പോൾ ഈ ഒരു ഒറ്റ കറിക്ക് വേണ്ടി അളവാണ് ഞങ്ങളടുത്ത് പറഞ്ഞു തന്നത്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പൊടികളൊക്കെ നന്നായിട്ട് വാടി എൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. മീഡിയം തീയിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് വാടി വരും. ഇപ്പോൾ ഇത് കണ്ട അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ സോയാ സോസ് ഞാൻ ഈ ഗ്രേവിയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവർ സ്പൈസി അല്ല കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളകിൻ്റെ അളവ് കൂട്ടിക്കൊടുത്താൽ മതി. നമുക്ക് അധികം എരിവ് പറ്റാത്തതുകൊണ്ടാണ് അളവ് കുറച്ചത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് കോരി മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു മസാലയും ഈ ഒരു ചിക്കനൊക്കെ കൂടി നന്നായിട്ടൊന്ന് കോട്ടാകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ആ പ്ലേറ്റിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പാണ് ഇപ്പം ചേർത്തത്. എന്നിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പും കൂടെ ചേർത്താൽ മതി. ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഗ്രേവി ഉള്ള കറിയല്ല. ഇതൊരു എന്താ പറയുക, ഒരു കുറഞ്ഞ ഗ്രേവി അതിലുണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു കറിയാണിത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 1/2 കപ്പും കൂടെ വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മൊത്തം 1 കപ്പാണ് ഇപ്പോൾ ഒഴിച്ചത് കേട്ടോ. ആദ്യം 1/2 കപ്പ് ഒഴിച്ച് ഇപ്പം മാറ്റി ഒരു 1/2 കപ്പും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത്രേ ആവശ്യമുള്ളൂ. ഈ ഒരു രീതിയിൽ കേട്ടോ. ഇത്ര നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ നോക്കിയപ്പോൾ ഗ്രേവിയിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ ലേശം കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ, കാരണം ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഉപ്പ് ഇട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചിക്കനും കൂടി ഇട്ട് തിളച്ചതിന് ശേഷം നിങ്ങൾ ഉപ്പ് ചെക്ക് ചെയ്യാവൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ചിക്കനത്തെ ഉപ്പ് നമ്മളെ ഗ്രേവിയിലേക്ക് അങ്ങ് വരും. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ 3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. 3 പച്ചമുളക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിച്ചപ്പ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് മല്ലിച്ചപ്പ് ഞാൻ അരിഞ്ഞ് വെച്ചതാണ്. അതിൻ്റെ മേലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ മല്ലിച്ചപ്പും കൂടി ഇട്ടതിൻ്റെ ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം ഇതൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. 5 മിനിറ്റ് മതി കേട്ടോ. ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ, അപ്പോഴത്തേക്ക് സെറ്റാവും. ഇപ്പോൾ നമ്മളെ കറി ഇവിടെ 5 മിനിറ്റ് ഞാൻ വേവിച്ചെടുത്ത കറിയാണിത്. ഈ ഒരു പാകത്തിലാണ് നമ്മളെ കറി ഉണ്ടാവുക കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ഇത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ ഗ്യാരണ്ടി തരുന്ന ഒരു കറിയാണ്. സൂപ്പർ കറിയാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്തിൻ്റെ കൂടെയും, പത്തിരി ആയാലും ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ വേണ്ടി പറ്റും. ഇനി ഒന്നുമില്ലെങ്കിൽ വെറുതെ തിന്നാൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ, പ്ലേറ്റിലിട്ടിട്ട്. കാരണം അത് അധികം ഗ്രേവി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വെറുതെ ഇങ്ങനെ എടുത്ത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഈ ഒരു ചിക്കനെ ആ ഗ്രേവിയിലൊന്ന് എന്താ പറയുക, ഒന്ന് മുക്കി കൊടുത്തിട്ട് കഴിക്കാനൊക്കെ തന്നെ നല്ല ടേസ്റ്റാണ്. സൂപ്പർ കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്തിൻ്റെ കൂടെ മാച്ചാവുകയും ചെയ്യും. ചോറായാലും പത്തിരികളായാലും ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും പുട്ടായാലും എല്ലാത്തിൻ്റെ കൂടെ മാച്ചാവുന്ന സൂപ്പർ കറിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്ത ആൾക്കാർ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരുപാട് ആൾക്കാർ എൻ്റെ റെസിപ്പി ഉണ്ടാക്കിയിട്ട് എനിക്ക് പിന്നെ ഇൻസ്റ്റയിലും അതേപോലെ തന്നെ വാട്സപ്പിലും ഫോട്ടോസൊക്കെ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാനതൊക്കെ കാണലുണ്ട്. അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതൊക്കെ അയച്ചു തരുന്നതിൽ. അതുപോലെ തന്നെ ചിലർ കമൻറ്റായിട്ട് പറയാലും ഉണ്ട് ഞാൻ ഉണ്ടാക്കി സൂപ്പറായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ വാട്സപ്പിൽ വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ ഷെയർ ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഞാൻ എങ്ങനെയൊക്കെയാണ് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വേറൊരു വാട്സപ്പ് നമ്പറും കൂടെ എടുക്കാത്തത് കേട്ടോ.
അപ്പോൾ ഇൻഷാ അള്ളാ എപ്പോഴെങ്കിലും ഞാൻ നിങ്ങളെല്ലാവരും വീഡിയോസും ഉൾപ്പെടുത്തിയിട്ട് ഫോട്ടോസൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇൻഷാ അള്ളാ എപ്പോഴെങ്കിലും ഞാൻ ചെയ്യാം. അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ കമൻസൊക്കെ അറിയിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, സജഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കുക കേട്ടോ. ഇൻഷാ അള്ളാ ഇതുപോലെ ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ തന്നെ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.